അപ്പോഴേ വേണമെങ്കിൽ ഇതിലുമൊക്കെ മനോഹരമാക്കി എടുക്കാം. കനാലൊക്കെ എന്നൊക്കെയും സെയിം തന്നെയാണ്. പക്ഷേങ്കിൽ നല്ല ഇച്ഛാശക്തിയുള്ള ഭരണാധികാരികൾ വരണം. അഴിമതിയില്ലാതെ കാര്യങ്ങൾ നടത്തിയാൽ 5 വർഷം കൊണ്ട് തന്നെ പൂർത്തിയാക്കാവുന്നതേ ഉള്ളൂ. കോപ്പൻഹാഗൻ്റെ വളരെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ വ്ലോഗ്. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ നമ്മുടെ പുതിയൊരു യാത്ര നമ്മൾ തുടങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല, അങ്കിളും ആൻറ്റിയും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവരെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം വണ്ടി വീട്ടിൽ കൊണ്ടുവന്നിട്ട് സൈക്കിളിലാണ് വന്നത് കേട്ടോ. സൈക്കിൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ നമുക്ക് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ പോകുന്നത് കോപ്പൻഹാഗനിലേക്കാണ്. അവിടുന്ന് ഇറ്റലിയിലെ പിസയും റോമും സന്ദർശിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കോപ്പൻഹാഗനിലേക്കുള്ള നമ്മുടെ ഫ്ലിക്സ് ബസ് കുറച്ച് ലേറ്റാണ് കേട്ടോ. സാധാരണ അങ്ങനെ ലേറ്റ് ആവാറില്ല, എന്താണ് സംഭവം എന്നറിയത്തില്ല. അപ്പോൾ അവരിവിടെ നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അരമണിക്കൂർ ലേറ്റായിട്ട് നമ്മുടെ ബസ് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നീണ്ട 3.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ കോപ്പൻഹാഗനിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞിട്ടുണ്ട്. നേരം ഇരുട്ടിത്തുടങ്ങി. നമ്മളെ ചുറ്റിച്ച ട്രെയിൻ കോപ്പൻഹാഗൻ സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ വീണ്ടും ടിവോളി ഗാർഡൻസിലോട്ട് ആദ്യം പോവാണ് കേട്ടോ. ഓക്കെ, ഇതാണ് ടിവോളി ഗാർഡൻസ്. നമ്മളിതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് പണ്ട് വന്നപ്പോൾ. ഇതാണ് കേട്ടോ. ഇതൊക്കെ ഒരു മെയിൻ സിറ്റി ഏരിയ. നമ്മൾ വിചാരിച്ചാൽ നല്ല തണുപ്പാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ടിവോളി ഗാർഡൻസിൻ്റെ മുന്നിലാണ് കേട്ടോ. രാത്രിയിൽ നല്ല രസം. ഇപ്പം നമ്മൾ ഇതിൻ്റെ കോപ്പൻഹാഗൻ സിറ്റി സ്ക്വയറിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ടിവോളി ഗാർഡൻസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണിത്. അതിമനോഹരമായിട്ടുള്ള രീതിയിൽ ലൈറ്റൊക്കെ കൊണ്ട് അലങ്കരിച്ച് ഏകദേശം 8:30 മണിയായിട്ടുണ്ട്. 8:30 അല്ല, 9 മണിയായിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ സിറ്റി സ്ക്വയറിൽ നിന്ന് നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുത്തെ ഒരു ലോങ്ങസ്റ്റ് ഫുട്പാത്തിലേക്കാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ക്വയറിൻ്റെ പേര് റോഡുൾസ് പ്ലാറ്റ്സ് എന്നാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ സ്ട്രോഗറ്റ് എന്ന് പറയുന്നിട്ടുള്ള ഒരു ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അവിടെ ഒരുപാട് എന്താ പറയുന്നത്, ഷോപ്പിങ്ങും ഫുഡും ഒക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇതാണ് സ്റ്റോർഗറ്റ്. അപ്പോൾ ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റും പിന്നെ ഫാസ്റ്റ് ഫുഡും ഷോപ്പിങ്ങും ഒക്കെയാണ് കേട്ടോ. വിൻഡോ ഷോപ്പിങ്ങും ഒക്കെ ഉള്ള ഒരു സംഭവമാണ്. സമയം 9:30 ആയി കേട്ടോ. ഫുഡ് കഴിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇതൊരു സ്ക്വയറാണ്. ചെറുതായിട്ടൊന്ന് ചുറ്റിയെങ്കിലും അതെ നമ്മൾ അവസാനം ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ രാവിലെ ചെക്കൗട്ട് ചെയ്തു. ഇനി നമ്മൾ നീഹാബൻ എന്ന് പറയുന്ന കോപ്പൻഹാഗനിലെ കനാൽ റൈഡ്സ് ഒക്കെ ഉള്ള സ്ഥലത്തോടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് പോകണം. ഇതൊരു ചെറിയൊരു കഫേയാണ് കേട്ടോ. ഇവിടുന്ന് നമ്മളൊരു സാൻഡ്വിച്ച് വാങ്ങിച്ചു.
എന്നിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാനായിട്ടുള്ള സെറ്റപ്പ് ഉണ്ട്. ഇതൊരു സുവനിയർ ഷോപ്പും കൂടെ അല്ലേ? കൊള്ളാം, നല്ല രസമുണ്ട്. തടിയൊക്കെ വെച്ചേക്കുന്നുണ്ട്. Sorry? What's happened? I don't drink that much alcohol. How many liters are this? Maybe 5 liter. 5 liter. No, 3 liter. 3 liter. You want to be in YouTube also? No, no. No. Don't put me in it. Put him on. Yeah. നല്ല അടിപൊളി വലിയ കുപ്പിയാണ് കേട്ടോ. Is it 1200 Danish crowns? Oh, okay. 3 liter. 3 liter. ഓക്കെ, 3 ലിറ്ററാണ് കേട്ടോ. ഭയങ്കര വലിയ കുപ്പികളാണ്. ഇതൊരു സാധാരണ കോഫി ഷോപ്പാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആൽക്കഹോൾ വിൽക്കാൻ വെച്ചേക്കുന്നത് കണ്ടിട്ട് നമുക്കൊരു കൗതുകം തോന്നി എടുത്തതാണ് കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സ് അവർ ഒരാൾ പാകിസ്ഥാനിൽ നിന്നും ഒരാൾ ബംഗ്ലാദേശിൽ നിന്നുമാണ് കേട്ടോ. അവരുടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരാണ്. അപ്പോൾ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ കഴിക്കുന്ന സാധനം. ബീഫാന്ന് തോന്നുന്നു അല്ലേ സംഭവം. നല്ല കിടിലൻ വെതറാണ്. രാവിലെ സണ്ണി ഡേ ആണ്. 12 ഡിഗ്രി 13 ഡിഗ്രി ടെമ്പറേച്ചറാണ്. അപ്പോൾ നമ്മൾ നീ ഹാബനിലേക്കാണ് പോകുന്നത്. അവിടെയാണ് കനാൽ റൈഡ്. ഈ കാണുന്നത് എന്തോ ഒരു മ്യൂസിയമോ അല്ലെങ്കിൽ എന്തോ ഒരു ബിൽഡിങ്ങാന്ന് തോന്നുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ കണ്ട ടിവോളിയുടെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. ഈ സൈക്കിൾ റോഡിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ പ്രശ്നം കേട്ടോ, ഭയങ്കര പ്രശ്നമാണ്. സൈക്കിൾ റോഡിൽ നിന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ നന്നായിട്ട് തെറി വിളിക്കും. പെഡസ്ട്രിയൻസിന് വേണ്ടിയിട്ട് നടക്കാനായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. 2 ബസ്സുകൾ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ബസ്സാണ് കേട്ടോ. നമ്മുടെ അവിടെ അധികം കാണാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നീഹാബിൻ്റെ സ്റ്റോപ്പിൽ ഒരു സ്റ്റോപ്പ് കഴിഞ്ഞാണ് ഇറങ്ങിയത് കേട്ടോ. സ്റ്റോപ്പ് ബട്ടൺ ഞെക്കിയിട്ട് പുള്ളി നിർത്തിയില്ല. പക്ഷേ ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് നടക്കാനേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതൊരു ഹാർബർ ഏരിയ പോലെ ഉണ്ട് കേട്ടോ. നീഹാബൻ ഇന്ന് വളരെ മനോഹരമായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ 4 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ കോപ്പൻഹാഗൻ വിസിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ പഴയ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കനാലിൽ കൂടെയുള്ള റൈഡ് നടത്തുന്ന വീഡിയോസൊക്കെ കാണാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഇതൊക്കെ പഴയ ബോട്ട്സും കാര്യങ്ങളൊക്കെയാണ്, ഫെറികളും ഒക്കെയാണ്. പിന്നെ ഇവിടെ കോപ്പൻഹാഗൻ കനാൽ ടൂർ നടത്തുന്ന ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങ് ദൂരെ അവിടെ നിന്നാണ് കേട്ടോ. നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ നീഹാബൻ അല്ലേ, നീഹാബനിലെ കനാൽ റൈഡ് നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. ആ, കോപ്പൻഹാഗൻ്റെ ഐക്കോണിക് പിക്ചർ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ കളറാണ്, ഈ യെല്ലോയും റെഡും ഇല്ല, ഈ ബിൽഡിങ്സാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു നോർമൽ വർക്കിംഗ് ഡേ ആണ് ഇന്ന്, അല്ലെങ്കിൽ നല്ല ക്രൗഡ് കാണേണ്ടതാണ്. ഇന്ന് ബുധനാഴ്ചയല്ലേ, ഇന്ന് ബുധൻ. അപ്പോൾ ബുധനാഴ്ച ആയതുകൊണ്ട് അധികം ആളില്ല കേട്ടോ. നമ്മൾ വന്ന സമയത്തൊക്കെ നല്ല ആളുള്ള സമയത്ത്, അല്ലെങ്കിൽ ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ വരുവാണെങ്കിൽ എല്ലാം നല്ല സെറ്റാണ്. നമ്മുടെ ജിജോപ്പാപ്പനോടൊരു ചോദ്യം, കോപ്പൻഹാഗനിലെ ഈ നീഹാബനിലെ കനാല് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? നമ്മുടെ ആലപ്പുഴ വേണമെങ്കിൽ ഇതിലൊക്കെ മനോഹരമാക്കി എടുക്കാം. പച്ചപ്പുകൾ കൂടുതലുണ്ട്, കനാലൊക്കെ എന്നൊക്കെയും സെയിം തന്നെയാണ്. ഇതുപോലെ നല്ല സെറ്റപ്പാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല, പക്ഷേങ്കിൽ നല്ല ഇച്ഛാശക്തിയുള്ള ഭരണാധികാരികൾ വരണം. അഴിമതിയില്ലാതെ കാര്യങ്ങൾ നടത്തിയാൽ 5 വർഷം കൊണ്ട് തന്നെ പൂർത്തിയാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അത്രയേ ഉള്ളൂ. അതായത് മെയിനായിട്ട് നമ്മളും കുറേ ശ്രദ്ധിക്കണം. അതായത് റോഡരികൾ വൃത്തിയായി സൂക്ഷിക്കുക, ബിൽഡിങ്ങുകൾ ഇതുപോലെ ഉണ്ടാക്കി സെറ്റപ്പാക്കി എടുത്തു കഴിഞ്ഞാൽ എല്ലാം നടക്കുന്ന കാര്യമേ ഉള്ളൂ. ഇന്ത്യയിലെ ഒരു വലിയൊരു ആകർഷണ കേന്ദ്രമാക്കി നമ്മുടെ ആലപ്പുഴയെ മാറ്റിയെടുക്കാൻ പറ്റിയ ഒരു സുവർണ അവസരമാണ് അല്ലേ. നമുക്ക് ഇഷ്ടംപോലെ
വെള്ളമുണ്ട്, അത് ശുദ്ധജലം, ഒഴുകുന്ന ജലം, ഒത്തിരി കനാലുകളുണ്ട്. അത് സാധ്യമായ കാര്യമാണ്. ഇത് ശരിക്കും ഇത് നമ്മുടെ ആലപ്പുഴയിലെ ബോട്ട് ജെട്ടിയുടെ അതേ സെറ്റപ്പാണ് കേട്ടോ. അതായത് ഇതതിൻ്റെ എൻഡ് പോയിൻ്റാണ്. ഇത് ഈ ഒരു ഭാഗത്തു നിന്നാണ് വലിയൊരു റിവറിൽ നിന്ന് ഈ ഒരു കനാലകത്തോട്ട് കയറി വന്നിരിക്കുന്നത്. അപ്പം നമുക്കും അതേ മാതൃകയിൽ വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ആൾക്കാരൊക്കെ പതിയെ വന്നു തുടങ്ങുന്നുണ്ട്, ടൂറിസ്റ്റുകളൊക്കെ. നമുക്കെന്നാ എൻട്രി പോയിൻ്റ് വരെ ഒന്ന് പോയിട്ട് വരാം. അവിടെ കണ്ടില്ലേ, വർഷങ്ങൾ പഴക്കമുള്ള പായ്ക്കപ്പലുകളൊക്കെയാണ് കേട്ടോ ഈ നിരന്ന് നിൽക്കുന്നത്, അല്ല നിരന്ന് കിടക്കുന്നത്. നമ്മുടെ ജിജോപ്പാവനും വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു ഭീഷണിയാവും എന്നാണ് തോന്നുന്നത്. ഈ ബോട്ടില്ല, അത് നിറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതേ ഒരു ബോട്ട് ഫുള്ളായിട്ട് കനാൽ റൈഡ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കിന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഇറ്റലിയിലേക്കുള്ള ഫ്ലൈറ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ബോട്ടിൽ കയറാനൊന്നും സമയമില്ല. പെട്ടെന്ന് നമ്മൾ 2-3 സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. കണ്ടോ, ഈ ഒരു ഷിപ്പിനകത്ത് ഒരു റെസ്റ്റോറൻറ്റ്, ബാറ് സംഭവങ്ങളാണ് കേട്ടോ. വൈകിട്ടത്തേക്ക് വേണ്ടിയിട്ടാണ്. കോപ്പൻഹാഗൻ്റെ വളരെ ഐക്കോണിക് ആയിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. ബോട്ട് വരുന്നുണ്ട്. ആ ബോട്ട് പിന്നിലൊരു സീനറി ആയിട്ട് കാണാൻ പറ്റുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്.